കുഞ്ഞുമണികളെ, കഥ കേൾക്കാൻ റെഡിയാണോ? ഇത് ക്രിസ്മസ് കാലമല്ലേ? കുഞ്ഞുമണികൾ എല്ലാവരും ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിച്ചോ? സ്റ്റാറൊക്കെ തൂക്കിയോ? ഇന്നു പറയാൻ പോകുന്നതേ ക്രിസ്മസിന്റെ കഥയാണ്. പണ്ട് 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 നസറേത്ത് എന്നൊരു നാട്ടിൽ മേരി എന്നൊരു ചെറുപ്പക്കാരി ഉണ്ടായിരുന്നു. ഒരു ദിവസം മേരിയുടെ മുന്നിൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു. ആ മാലാഖയുടെ പേര് ഗബ്രിയേൽ എന്നായിരുന്നു. പെട്ടെന്ന് മാലാഖ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മേരി ആകെ അമ്പരന്നുപോയി. മാലാഖ പറഞ്ഞു, മേരി, നീ ഭയപ്പെടേണ്ട. ഞാൻ ഒരു സന്തോഷ വർത്തമാനം നിന്നെ അറിയിക്കാനായാണ് വന്നിരിക്കുന്നത്. ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. അദ്ദേഹം നിന്റെ ഭക്തിയിൽ വളരെയധികം സംതൃപ്തനാണ്. അതുകൊണ്ട് ദൈവപുത്രന്റെ അമ്മയാകാനുള്ള അനുഗ്രഹം അദ്ദേഹം നിനക്ക് നൽകിയിരിക്കുന്നു. അധികം വൈകാതെ തന്നെ നീ ഒരു അമ്മയാവും. നിന്റെ വയറ്റിൽ ദൈവപുത്രൻ ജനിക്കും. മാലാഖ പറയുന്ന കേട്ടപ്പോൾ മേരിക്ക് ആകെ പരിഭ്രമമായി. എന്ത്, ഞാൻ അമ്മയാകാൻ പോകുന്നെന്നോ? എന്റെ വയറ്റിൽ ദൈവപുത്രൻ ജനിക്കാൻ പോകുന്നെന്നോ? മേരിക്ക് താൻ കണ്ടതും കേട്ടതും ഒന്നും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയായി. എങ്കിലും തൊഴുകൈകളോടെ മേരി പറഞ്ഞു, ദൈവത്തിന്റെ ആഗ്രഹം എന്താണോ അത് നടക്കട്ടെ. ഗബ്രിയേൽ മാലാഖ മേരിയെ അനുഗ്രഹിച്ചതിന് ശേഷം അപ്രത്യക്ഷമായി. എന്നാൽ ആ സമയത്ത് ജോസഫ് എന്നൊരു ചെറുപ്പക്കാരനുമായി നമ്മുടെ മേരിയുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. ഗബ്രിയേൽ മാലാഖ നേരെ ജോസഫിന്റെ അടുത്തേക്കും പോയി. ജോസഫിനോടും പറഞ്ഞു, നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന മേരി ദൈവത്തിന്റെ അനുഗ്രഹമുള്ള പെൺകുട്ടിയാണ്. ദൈവാനുഗ്രഹത്താൽ മേരിയുടെ വയറ്റിൽ ദൈവപുത്രൻ ജനിക്കാൻ പോകുന്നു. വളരെയധികം ആശ്ചര്യത്തോടെയും അത്ഭുതത്തോടെയുമാണ് ജോസഫ് ഈ വാർത്ത കേട്ടത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മേരിയും ജോസഫും വിവാഹിതരായി. ഗബ്രിയേൽ മാലാഖ അറിയിച്ച കാര്യം രണ്ടുപേരുടെയും മനസ്സിലുണ്ട്. അധികം വൈകാതെ മേരി ദൈവപുത്രന്റെ അമ്മയായി മാറും. താൻ ദൈവപുത്രന്റെ അച്ഛനും. അധികം താമസിയാതെ തന്നെ മേരി അമ്മയാകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത ജോസഫും മേരിയും മനസ്സിലാക്കി. രണ്ടുപേർക്കും വളരെ സന്തോഷവും അതോടൊപ്പം തന്നെ ആശങ്കയും ഉണ്ടായിരുന്നു. കാരണം ആരാണ് വയറ്റിലുള്ളത്? ദൈവത്തിന്റെ കുഞ്ഞ്. ഗബ്രിയേൽ മാലാഖ പറഞ്ഞിരുന്നു, ഈ കുഞ്ഞിന് ജീസസ് എന്ന് പേരിടണം. ആ പേരിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? രക്ഷകൻ. ലോകത്തെ രക്ഷിക്കാനായി അവതരിക്കുന്ന കുഞ്ഞാണ് മേരി അമ്മയുടെ വയറ്റിലുള്ളത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം മേരിക്കും ജോസഫിനും ജോസഫിന്റെ സ്വന്തം നാടായ ബെത്ലഹേമിലേക്ക് പോകേണ്ടതായി വന്നു. അവർ താമസിച്ചിരുന്ന സ്ഥലത്തുനിന്ന് ഒരുപാട് ദൂരം യാത്ര ചെയ്താൽ മാത്രമേ ബെത്ലഹേമിൽ എത്താൻ കഴിയുള്ളൂ. ഏറെ ദൂരം നടന്നതിനൊടുവിൽ അവർ ബെത്ലഹേമിൽ എത്തിയപ്പോഴേക്കും സമയം രാത്രിയായി. ഇനിയൊരു വലിയ പ്രശ്നമുണ്ട്. മേരിക്കും ജോസഫിനും ആ രാത്രി സുരക്ഷിതമായി തങ്ങുവാൻ ഒരു സ്ഥലം വേണം. അവർ പലയിടത്തും സ്ഥലം അന്വേഷിച്ചു. എന്നാൽ അവർക്ക് എവിടെയും ഒരു സ്ഥലം കിട്ടിയില്ല. വീടുകൾ നിറയെ ആളുകളായിരുന്നു. ഒടുവിൽ സ്ഥലം അന്വേഷിച്ച് അവർ എത്തിയത് എവിടെയാണെന്നറിയാമോ? ഒരു കാലിത്തൊഴുത്തിൽ. മറ്റൊരു വഴിയുമില്ലാത്തതിനാൽ അന്ന് രാത്രി അവിടെ തങ്ങാമെന്ന് ജോസഫും മേരിയും തീരുമാനിച്ചു. അന്ന് ആ കാലിത്തൊഴുത്തിൽ വെച്ച് മേരി ദൈവപുത്രന് ജന്മം നൽകി.
മേരി അമ്മയ്ക്ക് ജീസസ് എന്ന കുഞ്ഞുവാവ ജനിച്ചു. അച്ഛനും അമ്മയും ആ കുഞ്ഞുവാവയെ കാലിത്തൊഴുത്തിലെ പുൽക്കൂട്ടിൽ വെച്ച് പരിചരിച്ചു. അതേസമയം അങ്ങകലെ ഒരിടത്ത് ആട്ടിടയന്മാർ തങ്ങളുടെ ആടുകളെ നോക്കാനായി ഏറെ വൈകിയും ഉണർന്നിരിക്കുകയായിരുന്നു. അപ്പോഴതാ അവരുടെ മുന്നിൽ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മാലാഖ അവരോട് പറഞ്ഞു, ആട്ടിടയന്മാരെ, നിങ്ങൾക്കിതാ ഒരു സന്തോഷ വർത്തമാനം. ദൈവപുത്രൻ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജോസഫിന്റെയും മേരിയുടെയും മകനായി ജീസസ് ജനിച്ചിരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് മാലാഖ അപ്രത്യക്ഷമായി. ആട്ടിടയന്മാർ ഉടൻ തന്നെ ബെത്ലഹേമിലേക്ക് തിരിച്ചു. ജീസസ് ജനിച്ച അന്ന് രാത്രിയിൽ വളരെ തിളക്കമുള്ള ഒരു നക്ഷത്രം ആകാശത്തിൽ ഉദിച്ചു. ഈ നക്ഷത്രത്തെ കണ്ട ചില പണ്ഡിതന്മാർ ഇതൊരു നല്ല ലക്ഷണമാണ് എന്ന് തിരിച്ചറിഞ്ഞു. അവർക്കറിയാം, മഹാന്മാരായ രാജാക്കന്മാർ ജനിക്കുമ്പോഴാണ് ഈ നക്ഷത്രം ഉദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രാജകുമാരനെ കാണാനായി സമ്മാനങ്ങളുമായി അപ്പോൾ തന്നെ അവർ യാത്ര തിരിച്ചു. അവർക്ക് വഴി കാണിച്ചതാകട്ടെ ആകാശത്തിൽ ഉദിച്ചു നിന്ന തിളക്കമേറിയ നക്ഷത്രവും. പണ്ഡിതന്മാരും ആട്ടിടയന്മാരും ബെത്ലഹേമിലെത്തി. അവർ കുഞ്ഞ് ജീസസ് ജനിച്ച കാലിത്തൊഴുത്തിലെത്തി. അവർ ഓമനത്വമുള്ള ആ കുഞ്ഞിനെ നമസ്കരിച്ചു. അവർക്കറിയാം, ഇതാണ് ദൈവപുത്രൻ ജീസസ് എന്ന്. പണ്ഡിതന്മാർ അവർ കൊണ്ടുവന്ന സമ്മാനങ്ങൾ കുഞ്ഞിന് സമർപ്പിച്ചു. കുഞ്ഞിനെ കണ്ട ശേഷം ആട്ടിടയന്മാരും പണ്ഡിതന്മാരും സന്തോഷത്തോടെ മടങ്ങിപ്പോയി. എല്ലാവരോടും ഈ സന്തോഷ വർത്തമാനം അറിയിക്കുവാൻ. മേരിയുടെയും ജോസഫിന്റെയും മകനായി ആ കാലിത്തൊഴുത്തിൽ ജനിച്ച ജീസസിന്റെ ജന്മദിനമാണ് നമ്മൾ എല്ലാ വർഷവും ഡിസംബർ 25 ക്രിസ്മസ് ആയി ആഘോഷിക്കുന്നത്. ക്രിസ്മസ് ട്രീ ഒരുക്കിയും പണ്ഡിതന്മാർക്ക് വഴി കാണിച്ച നക്ഷത്രത്തിന്റെ ഓർമ്മയ്ക്കായി നക്ഷത്രങ്ങൾ തൂക്കിയും ഒക്കെ നമ്മൾ വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ക്രിസ്മസ് ആഘോഷിക്കുന്നു. വീണ്ടും ഒരു ക്രിസ്മസ് കാലം. എല്ലാ കുഞ്ഞുമണികൾക്കും സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. അതോടൊപ്പം തന്നെ നിങ്ങൾക്കായി നല്ല ഒരു ക്രിസ്മസ് പാട്ടും വരുന്നുണ്ട്. ഈ പാട്ട് നമുക്ക് വേണ്ടി പാടിയിരിക്കുന്നത് ആൻ മേരി ഈശോ എന്ന് പറഞ്ഞ ഒരു ചേച്ചിയാണ്. ചേച്ചി പാടിയ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് തീർച്ചയായും കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു കഥയുമായി കാണാം. Once again, wishing you all a very Merry Christmas and a very Happy New Year. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നു രജപാലകർ. ദേവനാദം കേട്ടു ആമോദരായി. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നു രജപാലകർ. ദേവനാദം കേട്ടു ആമോദരായി. വർണ്ണരാജികൾ വിടരും വാനിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി. ഗ്ലോറിയ
അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബേത്ലഹേം തന്നിൽ വന്നു. തേജസ്സിൽ മുന്നിൽ കണ്ടു അവർ ബേത്ലഹേം തന്നിൽ വന്നു. രാജാധിരാജന്റെ പൊൻതിരുമേനി, രാജാധിരാജന്റെ പൊൻതിരുമേനി അവർ കാലിത്തൊഴുത്തിൽ കണ്ടു. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നു രജപാലകർ ദേവനാ